ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് ഉപ്പേരിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ വീഡിയോ കൂടെ നോക്കാം. അതിനായിട്ട് ഇവിടെ വലിയതായിട്ടുള്ള ബീട്രൂട്ടാണ് 2 എടുത്തിട്ടുള്ളത്. ഇത് തോലൊക്കെ ചീവിയിട്ട് നമ്മൾ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് പീസായിട്ട് നമ്മൾ മുറിച്ചുവിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീവി എടുക്കാം. പിന്നെ ഒരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകാം. പിന്നെ എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തോടെ നിങ്ങൾക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ല കടുകൊക്കെ പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. വലുത് പറഞ്ഞാൽ അത്ര വലുതല്ല, മീഡിയം സൈസാണ്. പിന്നെ ഇതിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളത്. പിന്നെ പാറമുളകും 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിട്ടിട്ട് നമ്മൾ ആവശ്യത്തോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ മിക്സാക്കണ പോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമ്മളിവിടെ മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇതൊരു വട്ടം കൂടി മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുറച്ചായിട്ടോ അല്ല ഫുള്ളായിട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ല കൈവിടാണ്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ആകണ്ട, അപ്പം നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ നമ്മളിവിടെ മിക്സാക്കിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തോളം ഉപ്പിട്ട് കൊടുക്കാം. എരിവും ഉപ്പും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തോളം ഇട്ട് കൊടുക്കാം. അളവൊക്കെ നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലായിടത്തും ആകണം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ എല്ലായിടത്തേക്കും ആകണ പോലെ ഇവിടെ തേങ്ങ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്, ഇതിൻ്റെ അഭിപ്രായമൊക്കെ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. ഇത് മറക്കാണ്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് കൂടെ അറിയിക്കട്ടെ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു വട്ടമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. Thank you.